യൂട്യൂബ് ചാനലിലെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാം ഒരു സന്ധ്യ നമസ്കാരം. ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് ബീഫ് ഫ്രൈ ആണ്. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. ഇത് നമ്മൾ ബീഫ് നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് സകലം അരിഞ്ഞെടുത്തിട്ട് നല്ല കഴുകിയിട്ട് മഞ്ഞൾപ്പൊടിയും സകലം മുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ട് വേവിക്കുന്നതിന് അരവേവ് ഒരു 3/4 വേവ് വേവിക്കും. ബീഫ് വേവിച്ച് കഴിഞ്ഞ് ഇറക്കി വെച്ചിട്ട് വെള്ളമില്ല, നമ്മൾ ഈ കഴുകി ഉടനെ അങ്ങനെ വെക്കുവാണെങ്കിൽ വെള്ളമൊന്നും ഒഴിക്കരുത്. അത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അത് വാങ്ങി വെച്ചിട്ട് ഒരു ചീഞ്ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് സവോള ഇച്ചിരി ഏറെ എടുത്തിട്ട് ചെറുതായിട്ടല്ല, നമ്മൾ നേരെ അരിഞ്ഞെടുക്കുന്ന പോലെ അരിഞ്ഞെടുക്കുക. വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് അതിൻ്റെ കൂടെ ചേർക്കുക. എന്നിട്ട് ഈ സവോള നല്ലപോലെ വരഞ്ഞ് കഴിയുമ്പോൾ ഒരുമാതിരി കളറാകുമ്പോഴത്തേനും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കഴിഞ്ഞ് അതും കൂടെ വരട്ടിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ കരിവേപ്പില ഉണ്ടെങ്കിൽ കരിവേപ്പില ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഈ വേവിച്ച് വെച്ച ഇറച്ചി ഇടുന്നു. അത് നല്ലപോലെ ഒന്ന് ചൂടാക്കുന്നു. അതിൻ്റെ അകത്തിട്ട് കഴിഞ്ഞ് കുരുമുളക് പൊടി, പെരുംജീരകം, പട്ട, ഗ്രാമ്പ്, ഏലക്ക എന്നിവ നമ്മൾ മിക്സിക്കകത്തിട്ട് പൊടിച്ചിട്ട് അതും ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കഴിഞ്ഞ് അങ്ങ് നല്ലപോലെ അത് വരട്ടുമ്പോഴത്തേന് ഇതേപോലത്തെ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. അടിപൊളി ബീഫ് കറി നമ്മൾ ചോറിന് കൂട്ടാം, ചപ്പാത്തിക്ക് കൂട്ടാം, കറിയൊക്കെ ഏത് ഭക്ഷണത്തിനെയും കൂടെ കൂട്ടാനും പോലെ അടിപൊളി ബീഫ് കറി. താങ്ക് യു.